മാസം ലക്ഷങ്ങൾ ശമ്പളമുള്ള ഇൻഫോസിലെ IT ജോലി, വളരെ സേഫ് ആയ ഒരു ഭാവി. പക്ഷെ സിനിമയോടുള്ള ഭ്രാന്ത് കാരണം അതെല്ലാം വലിച്ചെറിഞ്ഞ് ഒരു അവസരത്തിനായി ഇറങ്ങിത്തിരിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. ജോലി കളഞ്ഞ് സിനിമയ്ക്ക് പുറകെ പോയപ്പോൾ അന്ന് പലരും അവനെ പുച്ഛിച്ചു തള്ളി. പക്ഷെ കാലം അവന് കൊടുത്ത പേര് വേറൊന്നായിരുന്നു. മലയാള സിനിമയിലെ ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ടർ. കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാക്ഷാൽ ലാൽ ജോസിന്റെ പടം പോലും വേണ്ടെന്ന് വെക്കാൻ ധൈര്യം കാണിച്ചവൻ. ഒരു സമയത്ത് മലയാള സിനിമയിൽ നിവിൻ പോളിയെ കുറിച്ചുണ്ടായിരുന്ന വലിയൊരു റൂമർ ആയിരുന്നു അത്. പുതിയൊരു നടൻ വന്ന് സീനിയർ സംവിധായകരുടെ പടം റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അന്ന് വലിയ വിമർശനങ്ങളും ഹെയ്റ്റ് ക്യാമ്പയിനുകളും നടന്നിരുന്നു. പക്ഷേ അന്ന് നിവിൻ പോളിക്ക് മലയാള സിനിമയിൽ വേറൊരു പേരുണ്ടായിരുന്നു, ദ ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ടർ. ഒരു നിവിൻ പോളി പടം തിയേറ്ററിൽ വന്നാൽ അതൊരു മിനിമം ഗ്യാരണ്ടി തന്നെയായിരുന്നു. ബോക്സ് ഓഫീസിൽ തുടർച്ചയായ ഹിറ്റുകൾ കൊടുത്ത് നമ്മളെ ഞെട്ടിച്ച ഒരാൾക്ക് പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് അടിവതറിയത്? എവിടെയാണ് നിവിൻ പോളി എന്ന സൂപ്പർ സ്റ്റാറിന് പിഴച്ചത്? റൊമാന്റിക് കോമഡികളിൽ എപ്പോഴും തലതൊട്ടപ്പനായി നിന്നിരുന്ന നിവിൻ ഇന്ന് ബദ്ലഹേം കുടുംബ യൂണിറ്റും മറ്റ് കിഡിലൻ പ്രൊജക്ടുകളുമായി പഴയ ഫോമിലേക്ക് തിരിച്ചു വരാൻ നിൽക്കുകയാണ്. ഈ ഒരു വീഴ്ചയ്ക്ക് കാരണമായ ആ ടേണിംഗ് പോയിന്റ് ഏത് സിനിമയായിരുന്നു? നിവിൻ തന്നെ തുറന്നു പറഞ്ഞ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? ഹേസനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ സ്വന്തം റൊമാന്റിക് ഹീറോയുടെ കരിയർ ഗ്രാഫിനെ കുറിച്ചാണ്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കൂ. നിവിന്റെ കരിയറിന്റെ തുടക്കം മുതൽ നമുക്കൊന്ന് നോക്കാം. ബാംഗ്ലൂരിൽ ഇൻഫോസിസ് പോലുള്ള ഒരു വലിയ IT കമ്പനിയിലെ ലക്ഷങ്ങൾ ശമ്പളമുള്ള വളരെ സുരക്ഷിതമായ ജോലിയിൽ നിന്നാണ് സിനിമയോടുള്ള അതിയായ പാഷൻ കാരണം നിവിൻ എല്ലാം ഉപേക്ഷിച്ചു വരുന്നത്. സ്വന്തം ജോലി രാജിവെച്ച് സിനിമയിൽ ഒരു അവസരത്തിനായി അലയുന്ന സമയം പലരും പരിഹസിച്ചപ്പോഴും നിവിൻ ഏറ്റവും വലിയ പിന്തുണയുമായി കൂടെ നിന്നത് തന്റെ കാമുകിയായ റിന്നയായിരുന്നു. ജോലി ഇല്ലാത്ത സമയത്ത് നിവിനെ പല കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്തത് റിന്ന തന്നെയായിരുന്നു. ആ ഒരു സപ്പോർട്ട് അന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന നിവിൻ പോളി ഒരു പക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഒരു ജോലി രാജിവെച്ച് സിനിമയിൽ അലയുമ്പോൾ ആർക്കാണ് പെട്ടെന്നൊരു നായകനാകാൻ പറ്റുക? പക്ഷേ അവിടെ വിധിയുടെ ഒരു കളി നടന്നു. ഒരു ചെറിയ അപകടം എങ്ങനെയാണ് നിവിനെ നായകനാക്കിയതെന്ന് അറിയാമോ? അങ്ങനെ ഇരിക്കെയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന മലർവാടി ആർട്സ് ക്ലബിന്റെ ഓഡിഷൻ നടക്കുന്നത്. ആ ഓഡിഷനിൽ നിവിൻ സെലക്ട് ചെയ്തതിന് പിന്നിൽ രസകരമായ ഒരു കാരണമുണ്ട്. ഓഡിഷന് പോകുന്ന സമയത്ത് നിവിന്റെ കാലിന് ഫ്രാക്ചറായി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. അപകടം പറ്റിയത് കൊണ്ട് തന്നെ താടിയൊന്നും ഷേവ് ചെയ്യാതെ വളരെ റഫ് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് നിവിൻ അവിടെ ചെല്ലുന്നത്. വിനീത് ശ്രീനിവാസൻ നിവിനെ നേരിട്ട് കണ്ടപ്പോൾ ആ ഷേവ് ചെയ്യാത്ത താടിയും റഫ് ലുക്കും വിനീതിനെ വല്ലാതെ ആകർഷിച്ചു. താൻ മനസ്സിൽ കണ്ട പ്രകാശൻ എന്ന കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ലുക്കായിരുന്നു അത്. അങ്ങനെ ഒരു ഫ്രാക്ചർ കാരണം വെച്ച താടി നിവിന്റെ തലവര മാറ്റി എഴുതി. 2010 മലർവാടിയിലൂടെ നിവിൻ സിനിമയിലെത്തി. മലർവാടിക്ക് ശേഷം ട്രാഫിക്, മെട്രോ, സെവൻസ്, സ്പാനിഷ് മസാല എന്നീ സിനിമകളിൽ ചെറിയ റോളുകൾ നിവിൻ ചെയ്തു. അവിടെയൊന്നും നമ്മൾ ആ വലിയ താരത്തെ കണ്ടില്ല. അങ്ങനെ 2012 സോണി മ്യൂസിക് പുറത്തിറക്കിയ യുവ എന്ന ആൽബത്തിലെ നെഞ്ചോട് ചേർത്ത് എന്ന പാട്ട് റിലീസായി. നിവിനും നസ്രിയും തകർത്തഭിനയിച്ച ആ പാട്ട് കേരളത്തിൽ ഉണ്ടാക്കിയോളം ചെറുതൊന്നുമല്ല. അവിടെ നിന്നാണ് നിവിൻ നസ്രിയ കോംബോയുടെ ഒരു മാജിക് തുടങ്ങുന്നത് തന്നെ. നിവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന അൽഫോൺസ് പുത്രന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആയിരുന്നു അത്. അതേ വർഷം തന്നെ ജൂലൈ മാസം വിനീത് ശ്രീനിവാസൻ വീണ്ടും നിവിനെ നായകനാക്കി തട്ടത്തിൻ മറയത്ത് കൊണ്ടുവന്നു. അതൊരു വലിയ ഗെയിം ചേഞ്ചർ ആയിരുന്നു. ആ സിനിമയിലെ ഡയലോഗ്സും സോങ്സും വിനോദ് എന്ന കഥാപാത്രത്തിന്റെ ആ നിഷ്കളങ്കതയും കേരളത്തിലെ യൂത്ത് അങ്ങ് നെഞ്ചിലേറ്റി. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച റൊമാന്റിക് കോമഡി ഹീറോ അവിടെ ജനിക്കുകയായിരുന്നു. തൊട്ടടുത്ത വർഷം 2013 നിവിന്റെ സുഹൃത്തായ അൽഫോൺസ് പുത്രന്റെ സംവിധാനത്തിൽ നേരമിറങ്ങുന്നു. നിവിൻ നസ്രിയ കോംബോ വീണ്ടും ഒന്നിച്ച ഈ സിനിമ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വലിയൊരു സെൻസേഷണൽ ഹിറ്റായി മാറി. അവിടെ നിന്നങ്ങോട്ട് നിവിൻ പോളിയുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു. നിവിന്റെ നല്ല നേരം തുടർന്നുകൊണ്ടിരുന്നു. 2014 റിലീസായ എബ്രിഡ് ഷെയ്ന്റെ 1983 എന്ന സിനിമയിലൂടെ താനൊരു വെറും റൊമാന്റിക് ഹീറോ മാത്രമല്ല മികച്ചൊരു നടൻ കൂടിയാണെന്ന് നിവിൻ തെളിയിച്ചു. രമേശൻ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ചതിന് ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും നിവിനെ തേടിയെത്തി. തൊട്ടു പിന്നാലെ നിവിന്റെ മറ്റൊരു സുഹൃത്തായ ജൂഡ് ആന്റണി ജോസഫിന്റെ ഓം ശാന്തി ഓശാനയും എത്തി. ഗിരിയേട്ടനും പൂജ മാത്യുവും കൂടി തിയേറ്ററുകളിൽ ചിരിയുടെ മാലപ്പടകം തീർത്തു. വീണ്ടും നസ്രിയ നിവിൻ കോംബോ ഹിറ്റടിച്ചു. പിന്നെ അഞ്ജലി മേനോന്റെ ബാംഗ്ലൂർ ഡേയ്സ്, അതിലെ ക്യൂട്ട് കുട്ടൻ എന്ന പാവൻ ടെക്കിപ്പൈനെ മലയാളികൾക്ക് എങ്ങനെ മറക്കാൻ കഴിയും? തൊട്ടു പിന്നാലെ DQന്റെ വിക്രമാദിത്യനിലെ ഒരു ഗംഭീര ഗസ്റ്റ് റോളും. അങ്ങനെ നിവിൻ മലയാള സിനിമയിൽ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. 2015 ഇറങ്ങിയ ഒരു വടക്കൻ സെൽഫി നിവിന്റെ കരിയറിലെ മറ്റൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അക്കാലത്ത് കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ഒരു വലിയ തിരക്ക് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്താണ് ഉമേഷ് എന്ന ബിടെക് സപ്ലിക്കാരനായി നിവിൻ വരുന്നത്. ആ സമയത്ത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് മുഴുവനും ഉമേഷിൽ സ്വന്തം ജീവിതം കണ്ടു. അതോടുകൂടി ക്യാമ്പസുകളിൽ നിവിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉണ്ടായി. പിന്നെ സംഭവിച്ചത് മലയാള സിനിമയുടെ ചരിത്രമാണ്. 2015
2015 മെയ് മാസം അൽഫോൺസ് പുത്രന്റെ പ്രേമം വരുന്നു. ഒരു പ്രൊമോ സോങ് മാത്രം ഇറക്കി സിനിമയെ പറ്റി ഒരു ക്ലൂ പോലും കൊടുക്കാതെ കണ്ടന്റിൽ അത്രയധികം വിശ്വാസം ഉണ്ടായിരുന്ന മൂവി. കറുത്ത ഷർട്ടും വെള്ളമുണ്ടും കട്ടിത്താടിയുമായി ജോർജ് നടന്നു വന്നപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും തിയേറ്ററുകൾ പൂരപ്പറമ്പായി. കേരളത്തിലെ കോളേജുകളിൽ കറുത്ത ഷർട്ട് ഒരു ട്രെൻഡായി മാറി. തമിഴ്നാട്ടിൽ 250 ദിവസത്തിന് മുകളിലാണ് പ്രേമം ഓടിയത്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ഹിറ്റ് ആകേണ്ടിയിരുന്ന സിനിമയായിരുന്നു അത്. എല്ലാം പെർഫെക്റ്റ് ആയി പോവുകയായിരുന്നു. റെക്കോർഡുകളെല്ലാം തകർത്ത് ബോക്സ് ഓഫീസ് കുതിക്കുന്ന സമയം. അപ്പോഴാണ് ആ ഇരുട്ടടി വന്നത്. പ്രേമത്തിന്റെ സെൻസർ കോപ്പി ഇന്റർനെറ്റിൽ ലീക്കായി. ശരിക്കും ആരാണത് ചെയ്തത്? ഇന്നും കൃത്യമായി ഉത്തരം കിട്ടാത്ത ആ ക്രൈസിസിൽ തിയേറ്ററുകളിൽ കോടികൾ വാരാൻ കിടന്ന പടത്തിന്റെ കളക്ഷനെ അത് വലിയ രീതിയിൽ ബാധിച്ചു. സെൻസർ ബോർഡിൽ നിന്നാണോ അതോ സ്റ്റുഡിയോയിൽ നിന്നാണോ പോയത് എന്നൊക്കെ വലിയ അന്വേഷണങ്ങൾ നടന്നു. എന്തു തന്നെയായാലും ആ ലീക്ക് ഉണ്ടായിട്ട് പോലും പ്രേമൻ നിവിനെ ഒരു പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റി. ഞങ്ങളൊക്കെ +2 കഴിഞ്ഞു നിൽക്കുന്ന സമയം യുവാക്കൾ നിവിൻ ഫാൻസും DQ ഫാൻസുമായി തിരിഞ്ഞിരുന്ന ആ ഒരു കാലം. നിവിനെ റീപ്ലേസ് ചെയ്യാൻ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. 2016 എബ്രിഡ് ഷെയ്ന്റെ ആക്ഷൻ ഹീറോ ബിജു റിലീസായി. ആദ്യത്തെ 2 ആഴ്ച സിനിമയ്ക്ക് ഭയങ്കര ഡീഗ്രേഡിങ്ങും ഹെയ്റ്റ് ക്യാമ്പയിനും നേരിടേണ്ടി വന്നു. നിവിന് പോലീസ് വേഷം ചേരില്ല എന്നൊക്കെയായിരുന്നു വിമർശനം. പക്ഷെ പെട്ടെന്ന് തന്നെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഫാമിലി ഓഡിയൻസ് പടം ഏറ്റെടുക്കുകയും 100 ദിവസത്തിന് മുകളിൽ ഓടി അത് വലിയ ഹിറ്റാകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ വിനീതിന്റെ കൂടെയുള്ള ജേക്കബിന്റെ സ്വർഗരാജ്യം കൂടി വന്നതോടുകൂടി ആ കംഫർട്ട് സോൺ നിവിന് വളരെ കൃത്യമായി വർക്കൗട്ടായി. ഒരു സീനിൽ വെറുതെ നിന്ന് ചിരിച്ചാൽ പോലും തിയേറ്ററുകളിൽ കയ്യടി വീഴുന്ന സമയം. ഇത്രയും സൂപ്പർ ഹിറ്റുകൾ കൊടുത്ത ഒരു നടൻ, ഇൻഡസ്ട്രിയുടെ സ്പന്ദനമറിയാവുന്ന ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ടർ, പിന്നെ എങ്ങനെയാണ് തുടർച്ചയായ പരാജയങ്ങളിലേക്ക് വീണത്? നിവിൻ പോളി എന്ന ബുദ്ധിമാന് എവിടെയാണ് പിഴച്ചത്? സോഷ്യൽ മീഡിയയിലും സ്വന്തം സുഹൃത്തുക്കളിടയിലും ഒരു ചർച്ച സജീവമായി. നിവിന് വെറും റോംകോം സിനിമകൾ മാത്രമേ ചെയ്യാൻ അറിയൂ, സീരിയസ് റോളുകൾ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ. ചില ഹേറ്റേഴ്സ് കോഴി എന്ന് വരെ വിളിച്ചു തുടങ്ങി. സ്വന്തം സുഹൃത്തുക്കൾ വരെ ഇത് ആവർത്തിച്ചപ്പോൾ നിവിനും അതൊന്നും മാറ്റി ചിന്തിക്കാൻ തോന്നി. താൻ വെറും ഒരു റൊമാന്റിക് ബോയ് മാത്രമല്ല എന്ന് തെളിയിക്കാനുള്ള ആ ഒരു ആവേശം, അതാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ട്രാപ്പായി മാറിയത്. തന്നെ വിമർശിച്ചവർക്കുള്ള മറുപടിയായി താൻ ഒരു മികച്ച നടനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം കുറേയേറെ എക്സ്പെരിമെന്റൽ സിനിമകൾ തിരഞ്ഞെടുത്തു. അതിൽ ശ്യാമപ്രസാദ് സാറിന്റെ ഹേ ജൂഡ്, വലിയ ബഡ്ജറ്റിൽ വന്ന കായംകുളം കൊച്ചുണ്ണി, ഗീതു മോഹൻദാസിന്റെ മൂത്തോൻ എന്നിവ എടുത്തു പറയേണ്ടതാണ്. സത്യം പറഞ്ഞാൽ ഈ സിനിമകളിൽ നിവിന്റെ ആക്ടിംഗ് സ്കിൽ നമ്മൾ കണ്ടതാണ്. മൂത്തോനിലെ അക്ബർ എന്ന കഥാപാത്രം ഗംഭീര പ്രകടനമായിരുന്നു. പക്ഷെ ബോക്സ് ഓഫീസിൽ ഈ സിനിമകൾക്കൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഹേ ജൂഡിലെ ഓട്ടിസം ബാധിച്ച കഥാപാത്രത്തിന് വേണ്ടി തടി കൂട്ടി, മൂത്തോനിലെ റഫ് ലുക്കിന് വേണ്ടി വീണ്ടും ഫിസിക് മാറ്റി. അങ്ങനെ പതുക്കെ ആ പഴയ നിവിനിൽ നിന്ന് ഫിസിക്കലി വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആ പഴയ ക്യൂട്ട് ലുക്കിലേക്കും ഷേപ്പിലേക്കും തിരിച്ചു വരാൻ അദ്ദേഹത്തിന്റെ ശരീരത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് ഏത് തരം സിനിമകൾ ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷനിലേക്ക് അദ്ദേഹം എത്തി. 2019 വന്ന ലവ് ആക്ഷൻ ഡ്രാമ സാമ്പത്തികമായി വിജയിച്ചത് ഫാൻസിന് ഒരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ ആ സിനിമയുടെ കഥ പല വിമർശനങ്ങൾക്കും ഇടയാക്കി. പിന്നെ മിഗായൽ, കനകം കാമിനി കലകം, മഹാവീരർ, പടവെട്ട്, സാറ്റർഡേ നൈറ്റ്, തുറമുഖം, രാമചന്ദ്ര ബോസ് ആൻഡ് കോ, മലയാളി ഫ്രം ഇന്ത്യ, ബേബികൾ, പ്രതിച്ഛായ തുടർച്ചയായ ഫ്ലോപ്പുകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു. അവസാനമായി നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഈ തകർച്ചയ്ക്ക് ശേഷം ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ? ഇതാണോ നമ്മൾ ഇത്രയും കാലം കാത്തിരുന്ന ആ വലിയ കംബാക്ക്? ഒരു കട്ട നിവിൻ ഫാൻ എന്ന നിലയിൽ പറയട്ടെ, കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ ഒരു ഫാൻ ബൈക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ വേദനയായിരുന്നു. ഫ്ലോപ്പുകൾ വന്നത് മാത്രമല്ല സങ്കടം, അനൗൺസ്മെന്റ് സ്റ്റാർ എന്ന പേര് വരെ നിവിന് ഹേറ്റേഴ്സ് ഇട്ടുകൊടുത്തു. പുള്ളി കുറെ പടങ്ങൾ പ്രഖ്യാപിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. വലിയ ഹൈപ്പോട് കൂടി വന്ന വിനയ് ഗോവിന്ദിന്റെ താരം, പിന്നെ ഗ്യാങ്സ്റ്റർ ഓഫ് മുണ്ടൻമല, ബിസ്മി സ്പെഷ്യൽ, മൾട്ടിവേഴ്സ് മന്മഥൻ, ഡോൾബി ദിനേശൻ, ശേഖരവർമ്മ രാജാവ്, എന്തിനേറെ പറയുന്നു ആക്ഷൻ ഹീറോ ബിജു 2 തുടങ്ങി എത്രയെത്ര സിനിമകൾ. ഇതൊക്കെ അനൗൺസ് ചെയ്ത് പിന്നീട് പടം നടക്കില്ലെന്നറിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് പോസ്റ്റുകൾ വരെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന ആ ഒരവസ്ഥ. സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരുന്നു. തുടർച്ചയായ പരാജയങ്ങളും കൂടെ വലിയ രീതിയിലുള്ള ബോഡി ഷേമിങ്ങും കൂടി വന്നപ്പോൾ നമ്മൾ കരുതി നിവിൻ തീർന്നെന്ന്. എന്നാൽ അവിടെയൊന്നും തോറ്റുകൊടുക്കാൻ ആ പഴയ ബെസ്റ്റ് സ്ക്രിപ്റ്റ് സെലക്ടർ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടത് നിവിന്റെ കംഫർട്ട് സോണിലെ പീക്ക് ലെവലായിരുന്നു സർവം മായ. അതൊരു സെൻസേഷണൽ ഹിറ്റായി മാറി. ഒരു ഫീൽ ഗുഡ് കോമഡി സിനിമ തിയേറ്ററിൽ വന്ന് 150 കോടിയൊക്കെ അടിക്കുക എന്ന് വെച്ചാൽ തന്റെ ആ സ്ലീപ്പർ സെൽ ഫാൻസും ഫാമിലി ഓഡിയൻസും എങ്ങും പോയിട്ടില്ല എന്ന് നിവിൻ ഒറ്റയടിക്ക് തെളിയിച്ചു. പക്ഷെ അതിനുശേഷം വന്ന ബേബികൾ, പ്രതിച്ഛായ എന്നീ സിനിമകളും പരാജയപ്പെട്ടു. ഈ 2 സിനിമയും സർവം മായയ്ക്ക് മുൻപേ നിവിൻ കൈകൊടുത്ത സിനിമകളായിരുന്നു. ഇനി ഈ വർഷം തന്നെ നേരത്തെ ഷൂട്ട് ചെയ്ത റാം സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ 7 കടൽ 7 മല വരാനുണ്ട്. അതൊരു അവാർഡ് പടമായതുകൊണ്ട്
വലിയ ബോക്സ് ഓഫീസ് നമ്പറുകളൊന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇനി അങ്ങോട്ട് നിവിൻ പോളി എന്ന നടന്റെ ഏറ്റവും പുതിയൊരു ഫേസ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. കാരണം തനിക്ക് എവിടെയാണ് പിഴച്ചത് എന്ന് പുള്ളിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. നിവിൻ തന്നെ അടുത്തിടെ ഇത് തുറന്ന് സമ്മതിക്കുകയും ഇനി തന്റെ കംഫർട്ട് സോണിലുള്ള സിനിമകളിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുകയും ചെയ്തു. അതിനുവേണ്ടി തന്റെ പഴയ സ്ലിം ഫിസിക്കിലേക്ക് അദ്ദേഹം കുറച്ചൊക്കെ തിരിച്ചു വരികയും ചെയ്തു. ഇനി വരാൻ പോകുന്ന ലൈനപ്പുകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഓണത്തിന് ഇറങ്ങാൻ പോകുന്ന ഗിരീഷ് ഷേഡിയുടെ ബദ്ലയം കുടുംബ യൂണിറ്റ് ആണ്. ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും കൂറ്റൻ മാസ് ആക്ഷൻ സിനിമകൾ ഓണത്തിന് ക്ലാഷ് റിലീസ് വരുന്ന സമയത്ത് അവരോട് മത്സരിക്കാൻ ഒരു ഫീൽ ഗുഡ് റോംകോം പടവുമായി വരണമെങ്കിൽ നിവിന് തന്റെ കംഫർട്ട് സോണിന്റെ മേലുള്ള കോൺഫിഡൻസ് എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ധൈര്യം തന്നെയാണ് ഈ സിനിമയുടെ വലിയ ഹൈപ്പും. അതിനുശേഷം വരാൻ പോകുന്നതോ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള ഡയറക്ടർ അൽതാഫ് സലീമിന്റെ തിരക്കഥയിൽ അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രം, പിന്നെ തന്റെ സ്വന്തം ആശാൻ വിനീത് ശ്രീനിവാസന്റെ കൂടെ ഒരു സിനിമ, വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമ, അഭിനവ് സുന്ദർ നായകന്റെ സിനിമ, എബ്രഡ് ഷൈൻ ചിത്രം, ഒപ്പം അൽഫോൺസ് പുത്രൻ നിവിൻ പോളി കോംബോയിൽ പുതിയൊരു സിനിമയും. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും മികച്ച, ഏറ്റവും സേഫ് ലൈനപ്പുള്ള നടൻ നിവിൻ പോളിയാണ്. ആ കംഫർട്ട് സോൺ വീണ്ടും വർക്കൗട്ട് ആയാൽ നമ്മൾ കാണാൻ പോകുന്നത് ബോക്സ് ഓഫീസിൽ നിവിന്റെ അയിഞ്ഞാട്ടമായിരിക്കും. ദ കിങ് ഈസ് ഗെറ്റിംഗ് ഹിസ് ക്രൗൺ സൂൺ. നിവിൻ പോളിയുടെ ഈ പുതിയ ലൈനപ്പുകളെ കുറിച്ചും വരാനിരിക്കുന്ന തിരിച്ചുവരവിനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കാത്തിരിക്കുന്ന മൂവി ഇതിലേതാണ്? താഴെ കമന്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു കിടിലൻ സിനിമാ വിശേഷമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ്.